നാണമില്ലാത്ത വർഗം. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനികൾ ഇവിടെ വന്ന് പട്ടാളക്കാരെ തലവെട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഫുട്ബോൾ കളിച്ച് രസിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞോണ്ട് പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളോട് ക്രിക്കറ്റ് കളിക്കില്ല എന്ന്. അതിൻ്റെ അപ്പുറം എന്ത് ആണത്തോടോ തനിക്കൊക്കെ ഉള്ളത്? ആണത്തം ചോദിക്കാൻ നടന്നിരിക്കുന്നു. 1962 കയറി വലിയൊരു കഷ്ണം കടിച്ചോണ്ട് പോയ ചൈന പിന്നെ തോന്നുമ്പോൾ വിശക്കുമ്പോൾ കയറി വന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകത്തോട്ട് കയറും. അപ്പം നിങ്ങൾ ഇവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പം ചൈന 1 കിലോമീറ്റർ പുറത്തോട്ട് ഇറങ്ങും, ബാക്കി അവരുടെ കയ്യിൽ. അങ്ങനെ 85 അരുണാചൽ പ്രദേശ് രാജീവ് ഗാന്ധി കയറിയുടെ തൊട്ട് പുറകെ അരുണാചൽ പ്രദേശ് കടിച്ചോണ്ട് പോയല്ലോ. അങ്ങനെ എത്ര പ്രാവശ്യം ഒരു ചെറു പേരല്ല എനക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. 1987 1165 സൈനികരെ യാതൊരു പ്രയോജനവുമില്ലാതെ യാതൊരു കാരണവുമില്ലാതെ ശ്രീലങ്കയിലോട്ട് തള്ളി വിട്ടിട്ട് അവിടെ കൊലയ്ക്ക് കൊടുത്തില്ലേ? 3009 പേരന്ന് മാരകമായ പരിക്കുമായിട്ട് ചികിത്സയിലായില്ലേ? അംഗവൈകല്യം വന്ന് എത്ര എണ്ണം ഇപ്പൊ വീട്ടിൽ ഇരിക്കണ്ടെന്നറിയോ? അതും കഴിഞ്ഞ് പോയി നാണമില്ലാതെ തോക്കിന്റെ പാത്തിക്ക് അടിയും കൊണ്ട് വന്നവന്റെ മകനോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് മിണ്ടാൻ അധികാരമുണ്ടോ? 2009 മുതൽ 2013 വരെ മദാമയുടെ കാൽ കീഴിൽ എത്ര ന്യൂക്ലിയർ സയന്റിസ്റ്റുമാരെ മരിച്ചത് ദുരൂഹ സാഹചര്യത്തിൽ? മിണ്ടി അതിനെ പറ്റി. ഇവിടുത്തെ അവാർഡ് വാപ്പസി ഗ്യാങ്ങും സോകോൾഡ് അർബൻ നക്സൽസും മിണ്ടി അതിനെപ്പറ്റി. നിങ്ങൾക്കറിയാം അവരെങ്ങനെ പോയത്, നിങ്ങൾക്കറിയാം. ദുരൂഹ സാഹചര്യത്തിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ പുറകെ ചത്ത് വീണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. രാജ്യസ്നേഹം പറയാൻ നടക്കുന്നു. 1998 വാജ്പേയിയുടെ സമയത്ത് പോക്രാൻ 2 നടത്തി കഴിഞ്ഞപ്പം അമേരിക്ക ഉപരോധം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഇവരെല്ലാം ഉപരോധം നടത്തി കഴിഞ്ഞപ്പം നിങ്ങൾ സർക്കാരിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തില്ലേ? ആ നിങ്ങളോട് ഞാൻ ചോദിക്കണത്. 1999 കാർഗിലിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുമ്പം ഇവിടെ സൈനികർ പോയിട്ട് ഒരു മര്യാദ ഇല്ലാതെ ചത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റ് കൂടി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ഇറ്റാലിയൻ മദാമയെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂറ് എങ്ങനെയാണ് ഇന്ത്യയോട് ഉണ്ടാവുക? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം. 1962 ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്ക് രക്തദാനം ചെയ്യണമെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത VS അച്യുതാനന്ദനെ താക്കീത് ചെയ്ത പാർട്ടിക്കാരുണ്ടല്ലോ, നിങ്ങളുടെ കൂറ് എവിടെയാണ്? ആറാട്ടുമുണ്ടൻ ഇന്നലെ ഒരു ഡയലോഗ് ഇട്ടത് കേട്ടു. ആറാട്ടുമുണ്ടനോട് ചോദിക്കാനുള്ളത്, ആ 10 കൊല്ലം കൊണ്ടാണ് ഇന്ത്യൻ സേന ഏറ്റവും വീക്കായത്. ഒരു ഉപകരണമില്ലാതെ പഴയത് തുരുമ്പിച്ചതും കൊണ്ട് മാത്രം അതിർത്തി കാക്കാൻ നിന്ന് അത്രയ്ക്കും വഷളായ ഒരു സ്ഥിതിയിലേക്ക് പോയത് തൻ്റെ 10 കൊല്ലക്കാലത്ത്. അറിയാം, അമ്പലത്തിൽ മാലപ്പടക്കം പൊട്ടുന്ന പോലെയല്ലേ നേവിയുടെ അന്തർവാഹിനികൾ കിടന്ന് പൊട്ടിത്തെറിച്ചത്? ബാറ്ററിയുടെ പ്രശ്നം, അതുപോലെ തന്നെ വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്ടുകൾ ഇട്ടതിൻ്റെ പ്രശ്നം ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഇന്ന് സമാധാനം പറഞ്ഞിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. എത്ര കോടി രൂപയാണ് നിങ്ങൾ മുഖ്യത അക്കാലത്ത്? ഏതെല്ലാം ഡീലായിരുന്നു? എന്തെങ്കിലും നടന്നോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രയോജനമുള്ള കാര്യങ്ങൾ? നിന്നെയൊക്കെയാണ് ഈ രാജ്യത്തിന് പേടി. ഈ രാജ്യത്തിന് ജനങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളെയൊക്കെയാണ്. ഈ രാജ്യത്തിനോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ പാകിസ്ഥാന്റെ പുറകെ സഹായം ചോദിച്ച് ഇപ്പോഴത്തെ സർക്കാരിനെ താഴെ ഇറക്കാൻ സഹായം ചോദിച്ച് നടക്കുന്ന, ചൈനയിൽ രഹസ്യ സംഭാഷണം നടത്തുന്ന, ചൈനയുടെ കൊടിയെ പൂജിക്കുന്ന, 3 നേരം പൂജിക്കുന്ന നിങ്ങളെയൊക്കെയാണ് ഈ രാജ്യം ഭയക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം അതിർത്തി സ്ഥലത്തേക്ക് മാറ്റാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ചങ്കിൽ ഉറപ്പുള്ള കാര്യത്തിന് അവിടെ ഇരുന്നിട്ട്. ഇന്നിപ്പോൾ ചൈനയെ പേടിയില്ല ഭാരതത്തിന്, നിങ്ങളെയാണ് പേടി. ചൈന പ്രേമം കൂടുതലുള്ളവരൊരു കാര്യം ചെയ്യണം, നേരെ ഇവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകണം, അതിർത്തി കിടന്ന് അപ്പുറത്ത് കയറിയിട്ട് അവരുടെ പട്ടാളത്തിലൂടെ തോക്കും പിടിച്ച് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ കാണിച്ചു തരാം. എല്ലാം കൂടെ 72 56 ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് കാണിച്ചു തരാം. മിടുക്കന്മാരാണ് നമ്മുടെ പിള്ളേർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ എന്നെ പോലെ വിരമിച്ച കുറേ എണ്ണം വെളിയിൽ നിൽപ്പുണ്ട്. ഒറ്റ വിളി വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി അങ്ങ് ചെല്ലും. അതിന് ത്രാണിയുള്ള ആളുകളുള്ള രാജ്യമാണ്. 130 കോടി ജനങ്ങൾ നിങ്ങളെപ്പോലെ കുറച്ച് കീടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി ജീവങ്ങളെയും തയ്യാറായിട്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നിങ്ങൾ ആരെയും പേടിപ്പിക്കണത്? ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള ഭീരുക്കൾ എല്ലാ ദിവസവും ഓരോ നിമിഷവും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കും കീടങ്ങളെ. ജയ് ഹിന്ദ്.